കൊടകര MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപിക നീഷ്മയെയും പിരിച്ചുവിട്ടു. പേരാമ്പ്ര BRCയിലെ അധ്യാപികയാണ് നീഷ്മ. ലഹരി സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടിന് നീഷ്മ സഹായിച്ചെന്നാണ് കണ്ടെത്തൽ. ശരത്താണ് ചേരുന്നത്. ശരത്ത്, അറസ്റ്റിന് പിന്നാലെയാണ് നടപടിയെന്ന് അറിയുന്നു. വിശദാംശങ്ങൾ എന്താണ്? ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് നേരത്തെ അറസ്റ്റിലായ നീഷ്മയ്ക്കെതിരെയും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. നീഷ്മയെയും ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. നേരത്തെ അറസ്റ്റിലായ കാവ്യയെയും കീർത്തനെയും സമാനമായ രീതിയിൽ പിരിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ എന്തായാലും മൂന്നാമത്തെ അധ്യാപികയ്ക്കെതിരെയും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മൂന്നുപേരും താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചവരാണ്. ദീർഘനാളായി പേരാമ്പ്രയിലെ BRCയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. എന്തായാലും ഈ പോലീസ് ഈ MDMA കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഇന്നിപ്പോൾ ഒരാളെ കൂടി കസ്റ്റഡി എടുത്തു. കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇരിട്ടി സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് 99 ലക്ഷത്തിൽ പരം, അതായത് 1 കോടിയോളം രൂപ കാവ്യയുടെ ഒക്കെ തന്നെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തായാലും പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ഒരുപക്ഷേ കാവ്യയെയും കീർത്തനെയും കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. ശരി, ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.